അമ്മ ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ പഠിച്ചിട്ട് നിങ്ങൾക്കും ഇതുപോലെ ആവശ്യം പോലെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യമേ പറയാം. ആദ്യമേ വേണ്ട ശർക്കര. 2 ഉണ്ട ശർക്കര വെക്കണം. 300 ഗ്രാം ചക്കക്കുരു എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ. അല്ല, 1 മുറി തേങ്ങ. 1.5 മുറി തേങ്ങ. ചക്കക്കുരു ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. വട്ടത്തിൽ അരിയണം. ചക്കക്കുരു അങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് തീർത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇനി വേവിക്കണം. ചുക്ക്, ജീരകം. നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ ഒരു 5-8 ഏലക്കായും കൂടെ ചേർക്കണം. നെയ്യ്. പിന്നെ ഇനി വേണ്ടത് കുറച്ച് ചവ്വരിയാണ്. ഇനി ഇതെല്ലാം ശരിയാക്കിയിട്ട് കാണിക്കാം. അതായത് ശർക്കര പാനിയാക്കണം. പിന്നെ ഈ ഏലക്കായൊക്കെ വറുത്ത് പൊടിക്കണം. പിന്നെ ചവ്വരി ചക്കക്കുരു ഒക്കെ വേവിക്കണം. ചക്കക്കുരുവൊക്കെ ഇനി അരിയണം. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ചക്കക്കുരു വേവിച്ചത് ആണ് ഈ കാണുന്നത്. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചക്കക്കുരു വേവിച്ചതാണ്. അതിനകത്തോട്ട് ചവ്വരി വേവിച്ചത് ഇടുവാണ്. ചവ്വരി വേവിച്ചത് ചക്കക്കുരുവിനകത്തോട്ടിട്ട് ചക്കക്കുരു നന്നായിട്ട് മുറിച്ചെടുത്താണ്. അതിനകത്തോട്ട് ചവ്വരി വട്ടത്തിൽ അരിഞ്ഞ ചക്കക്കുരുവാണ്. അതിനകത്തോട്ട് ചവ്വരി ഇട്ട് ഇനി അതിനകത്തേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുവാണ്. അഴിച്ച് ഒഴുക്കുവാണ് അതിനകത്തോട്ട്. നല്ല നീറ്റായിട്ടുള്ള ചക്കക്കുരു പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി അമ്മ പോകുന്നത്. അപ്പോൾ ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കാൻ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കരപ്പാനിയൊക്കെ അതിലൊന്ന് മിക്സായി വറ്റി പിടിക്കുന്നവരെ സമയം കൊടുക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ബാക്കി. ശർക്കര പാനിയായിട്ട് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അത് പിടിച്ചു വരണം. അതുവരെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. ശർക്കര പാനിയായിട്ട് വേണം. ചക്കക്കുരു ഒക്കെ കൂടെ ചവ്വരിയൊക്കെ കൂടെ വേവിച്ച ചവ്വരിയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിടിക്കണം. ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോഴാണ് ചക്കക്കുരു പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1.5 മുറി തേങ്ങയുടെ പാല്. 1-ാം പാലും 2-ാം പാലുമായിട്ട് പിഴിഞ്ഞിട്ടുള്ളൂ. 2-ാം പാൽ കുറച്ചൊഴിച്ചാണ് ചക്കക്കുരു വേവിച്ചത്. ചക്കക്കുരു ഇങ്ങനെ അരിഞ്ഞിട്ട് 2-ാം പാലിൻ്റെ കുറച്ച് ഒഴിച്ച് ചക്കക്കുരു വേവിച്ച് കുക്കറിനകത്ത്. എന്നിട്ട് ശർക്കര പാനി ചവ്വരിയും ചക്കക്കുരു കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്ക് 2-ാം പാൽ ഒഴിക്കണം. പിന്നെ അധികം പണിയൊന്നുമില്ല. പിന്നെ 1-ാം പാൽ ഒഴിക്കണം. പിന്നെ ചേർക്കാനുള്ളതൊക്കെ കിസ്മിസ്, കശുവണ്ടി, ചക്കക്കുരു വേവിച്ചത് 2-ാം പാലിലാണ്. ഈ പരുവാകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നേരത്തെ ചക്കക്കുരു വേവിക്കാൻ നേരം 2-ാം പാലിൻ്റെ കുറച്ച് ചേർത്തായിരുന്നു വേവിച്ചത്. അതിൻ്റെ മിച്ചം വന്നതാണ് ഇത് ചേർത്തത്. അപ്പോൾ അത് ഊറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി 2-ാം പാൽ ഒഴിക്കുകയാണ്. ഇത് 2-ാമത്തെ പാലാണ്. ഇത് 2-ാമത്തെ പാലാണ്. ഇതിൽ നിന്ന് കുറച്ച് ചേർത്താണ് ചക്കക്കുരു നമ്മൾ വേവിച്ചത്. ഇതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തത്. ഇത് എങ്ങനെ ഇനി ആദ്യം തൊട്ട് പറയണോ ചക്കക്കുരു പായസം ഉണ്ടാക്കുന്ന വിധം? 1.5 മുറി തേങ്ങ,
300 ഗ്രാം ശർക്കര, 300 ഗ്രാം ചക്കക്കുരു, കുറച്ച് കിസ്മിസ്, കശുവണ്ടിപ്പരിപ്പ്, ഏലക്ക, ജീരകം, ചുക്ക് ഇത്ര എടുത്ത് വെച്ചിട്ട് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് ചവ്വരി ചക്കക്കുരു രണ്ടും കൂടെ വേവിച്ച് ഇച്ചിരി രണ്ടാം പാലൊഴിച്ച് വേവിക്കണം. രണ്ടാം പാലൊഴിച്ച് വേവിച്ചിട്ട് ശർക്കര പാനിയാക്കി അതിലോട്ട് ഒഴിക്കണം. ചക്കക്കുരു വേവിച്ചതിൻ്റെ മിച്ചം വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വേണം ശർക്കരപ്പാനി ഉണങ്ങിയ ചക്കക്കുരുവിലോട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടാം പാൽ ചേർത്ത് ആ കൂടെ ആദ്യം ചക്കക്കുരുവിൽ നിന്ന് ഊറ്റി വെച്ച വെള്ളം കൂടെ ചേർത്ത് രണ്ടാം പാൽ തന്നെയാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം രണ്ടാം പാലൊഴിച്ച് അത് കഴിഞ്ഞ് ഒന്നാം പാലൊഴിച്ച് ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ ഒന്നാം പാലൊഴിക്കുകയാണ് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തതാണ്. അത് കാരണമാണിത് നല്ല കുറുകുറന്നുള്ള ഒന്നാം പാലാണ്. ഉണ്ടല്ലോ, ഒട്ടും വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ മാത്രമാണ്. പിന്നെ ഒന്ന് ചൂടാകുമ്പോൾ ഇറക്കി ചൂടാകാൻ മതി. എന്താ വെച്ചാൽ തിളച്ച വെള്ളത്തിലാണിത്, തിളച്ചാറിയ വെള്ളത്തിലാണ് ഞാൻ പിന്നെ തേങ്ങാപ്പാൽ രണ്ടാം പാലും പിഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. ഒന്നാം പാലിന് പിന്നെ ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് ഒരു ഇറക്കി. ഇത് ചീനച്ചട്ടി, എൻ്റെ ചീനച്ചട്ടിയുടെ ഒരു പിടി പോയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കളിയാക്കരുത്. ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. ഏലക്കാപ്പൊടി ചേർത്ത് ബാക്കിയുള്ള സാധനമൊക്കെ ഒന്ന് വലിയ ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകം വറുത്തത്, ഏലക്ക, ചുക്ക്, ജീരകം വറുത്തത് കൂടെ സ്വല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പൊ ഇട്ടത് കണ്ടല്ലോ, ഇട്ട് കാണിച്ചായിരുന്നു. പിന്നെ സ്വല്പം നെയ്യ് ഒഴിക്കും. ഒരു സ്വല്പം ഞാൻ ഒഴിക്കുകയുള്ളൂ. നിങ്ങൾ ആവശ്യം പോലെയൊക്കെ ഒഴിച്ചോ കേട്ടോ. എനിക്ക് ഇതൊക്കെ കുറച്ചേ ഞാൻ ഒഴിക്കുകയുള്ളൂ. എണ്ണ നെയ്യൊക്കെ ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചേർത്തോളുക. ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് നന്നായിട്ട് നെയ്ക്കകത്ത് വറുക്കും. ശർക്കര പായസം ആകുമ്പം ചുക്ക് തേങ്ങാക്കൊത്ത് വറുത്തതൊക്കെ നല്ലത്. ചുക്ക് പൊടി, തേങ്ങ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് ഉണ്ടോ. ഇതിങ്ങനെ വരുമ്പം നന്നായിട്ട് വറുത്ത് മൂത്ത് വരുമ്പം ആ കൂടെ തന്നെ നമ്മൾ കശുവണ്ടി ചേർക്കും. നല്ല ചുമക്കെ വറുക്കണം. ഈ തേങ്ങക്കൊത്തെ ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും. അത് അതിനകത്ത് കിടക്കുന്നത് നല്ലതാണ്. എന്താ ഇങ്ങനെ പൊട്ടി വന്നു ആ സമയത്ത് നമ്മൾ കുറച്ചേ ഉള്ളൂ. കശുവണ്ടി മുഴുവൻ ഇവനെടുത്ത് തിന്ന് കളഞ്ഞു. നമുക്ക് കശുവണ്ടി ഇച്ചിരി കുറവാണ്. എല്ലാവരും കേൾക്കട്ടെ. കശുവണ്ടി മേടിച്ച് വെച്ചാൽ മുഴുവനും എടുത്ത് തിന്ന് കളയും. അറിഞ്ഞ് കഴിഞ്ഞ രക്ഷയിട്ട് ചിക്കനകത്ത് ചേർക്കും. ഇനി കിസ്മിസ് ചേർത്ത് കേട്ടോ. അപ്പോൾ കിസ്മിസ്, കശുവണ്ടി, തേങ്ങ കൊത്ത് ചെറുതായിരുന്നത് മൂന്നും കൂടി ഇതിൽ കിടക്കുന്നത് ഇതിലൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വരണ്ട് വരുമ്പോഴേ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം എടുക്കും ഇതായി വരാൻ വേണ്ടി. നെയ്യൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒരു ഒഴിക്കാൻ കേട്ടോ. ഞാൻ കുറച്ച് ഒഴിക്കുള്ളൂ. അതുകൊണ്ടാണ് എല്ലാത്തിനും ഞാൻ കുറച്ച് നെയ്യ്, വെളിച്ചെണ്ണ ഇതൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കും. വെളിച്ചെണ്ണയൊക്കെ വലിയ കുപ്പിൽ ഇരിക്കണമെങ്കിലും ഞാനൊരു സ്വല്പം ഒഴിക്കുള്ളൂ കേട്ടോ. അത് കുപ്പി നിറച്ച് ഇരിക്കണം എന്ന് ഓർത്തത്. എന്തായാലും ഇരുന്നാലും ശരി, ഞാൻ ചെറിയ കുപ്പിയിലോട്ട് എടുത്തിട്ട് ഒരു സ്വല്പം എണ്ണ ഒഴിക്കും.
അപ്പം ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വരണം. അപ്പം അത് എല്ലാം റെഡിയായി. കശുവണ്ടി മൂത്ത് തേങ്ങാക്കൊത്തും നന്നായിട്ട് മൂത്ത് ഈ കിസ്മിസ് ഒന്ന് വീർത്ത് വന്നാൽ മതി. അതും വീർത്ത് വന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് ഉണ്ടോ മുളച്ച് വന്നിട്ട് എല്ലാം റെഡിയായി. ഇനി ഇതിനകത്ത് ഇട്ടിട്ടാൽ മാത്രം മതി നമ്മുടെ പായസം റെഡി. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ തേങ്ങാക്കൊത്തും കശുവണ്ടിയും കിസ്മിസും എല്ലാം കൂടെ അതിലേക്ക് ചേർക്കുവാണ് വരണ്ട് വന്നപ്പോഴത്തേക്ക്. നെയ്ക്കകത്ത് വറുത്തതിന് ശേഷം അത് പായസത്തിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ചക്കക്കുരു പായസം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്തി കാണിച്ചു തരാം. ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കട്ടിയാവുമേ. ഇനി അത് നമ്മൾ പകർത്താൻ വേണ്ടി പോണ് ഡിഷിലേക്ക്. കണ്ടല്ലോ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു വെക്കണം. ഒഴിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. പായസം റെഡിയാണ്. ഇനിയിതിപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാൽ മാത്രം ഇനിയിപ്പോൾ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് ചക്കക്കുരു വേവിച്ചത് കുക്കറിലാണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പായസം റെഡിയാക്കി. എന്താ വെച്ചാൽ എനിക്ക് ഉരുളി കഴിയാനൊന്നും ഇപ്പോൾ കഴിയില്ല. എൻ്റെ മക്കൾക്ക് മനസ്സിലാവും അല്ലേ മക്കളെ? അപ്പം ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ. കണ്ടോ ചക്കക്കുരു പായസം റെഡി. ചക്കക്കുരു പായസം റെഡിയായി കേട്ടോ. ഇതാണ് നമ്മുടെ ചക്കക്കുരു പായസം.